Meet the editors. നമസ്കാരം. മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. കേരളത്തോടുള്ള കേന്ദ്രാവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെയുള്ള ചങ്ങലയിൽ 10,000-കണക്കിന് പേർ കൈകോർത്തു. കേന്ദ്രം നടത്തുന്നത് സാമ്പത്തിക ഉപരോധമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമുയർത്തി ഡിവൈഎഫ്ഐ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീം മനുഷ്യച്ചങ്ങലയിലെ ആദ്യ കണ്ണിയായി. തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയായി ഡിവൈഎഫ്ഐയുടെ ആദ്യ പ്രസിഡന്റും LDF കൺവീനറുമായ EP ജയരാജനും പങ്കുചേർന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബവും തിരുവനന്തപുരത്ത് ചങ്ങലയുടെ ഭാഗമായി. മുതിർന്ന നേതാക്കളടക്കം പ്രവർത്തകർ അണിനിരന്ന് പ്രതിജ്ഞയെടുത്തു. നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ് ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്. കേരളം വളരേണ്ടതില്ല എന്നാണ് കേന്ദ്ര നയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. കേന്ദ്രം നടത്തുന്നത് സാമ്പത്തിക ഉപരോധമാണെന്നും MV ഗോവിന്ദൻ. BJP ഏതര ഗവൺമെന്റുകളെ മുഴുവൻ ഈ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി രാഷ്ട്രീയമായ ലക്ഷ്യം നേടുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 10,000-കണക്കിന് പേർ കൈകോർത്തു. തൃശൂരിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ, കൊച്ചിയിൽ പ്രൊഫസർ MK സാനു, കണ്ണൂരിൽ M മുകുന്ദൻ അടക്കമുള്ള സാഹിത്യ കലാകാരന്മാരും അണിചേർന്നു. സാമ്പത്തിക വികസനത്തിന് ന്യായമായി കിട്ടേണ്ട ആവശ്യങ്ങളിൽ നിന്ന് പത്രവാർത്തകളിൽ നിന്നും വേണ്ടത്ര നൽകാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കേണ്ടത് കേരളീയരായ എല്ലാവരുടെയും ചുമതലയാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നവകേരള സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ്. ഈ പോരാട്ടം തുടരണം. ആഷിക് അടക്കം കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രതിനിധീകരിക്കുന്നവരും പങ്കാളികളായി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഇവിടത്തെ പ്രവർത്തകർ മറ്റു ജില്ലകളിൽ പങ്കാളികളായി. റെയിൽവേ യാത്രാ ദുരിതം, സിൽവർ ലൈന് കേന്ദ്ര അനുമതി ലഭിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ചങ്ങല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം റിപ്പോർട്ടർ. ചങ്ങലയിൽ ഒന്നിച്ചോ എന്നതാണ് ചോദ്യം. നികേഷ് കുമാർ, ചങ്ങലയിൽ ഒന്നിച്ചോ? തീർച്ചയായും. ഇന്നിപ്പോൾ ഒരുപക്ഷെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അതിന്മേലൊരു അന്തിമമായ ഒരു തീർപ്പ് തേടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഭരണഘടനയുടെ 301 അനുച്ഛേദ പ്രകാരം ഒരു തീർപ്പിന് പോയിരിക്കുന്നത്. അത് 8-ാം തീയതി ഒരു സമരം നടക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ജനപ്രതിനിധികളും ദില്ലിയിൽ പോയി സമരം നടത്തുന്നു. ഇപ്പോൾ ഇവിടെ മനുഷ്യച്ചങ്ങല നടത്തിയിരിക്കുന്നു. അത് പൂർണ്ണ വിജയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമരമായിട്ടാണ് നമ്മൾ മനുഷ്യച്ചങ്ങലയും കാണുന്നത്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം 1987 അവസാനമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം ഡിവൈഎഫ്ഐ എന്ന സംഘടന തന്നെ വലിയ തോതിൽ വളർന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഡിവൈഎഫ്ഐയെക്കുറിച്ച് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ശക്തിയെ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ഒരു വിശ്വാസ്യതയുള്ള ബ്രാൻഡായി മാറിയിട്ടുണ്ട്. ഒരു CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ അതിൽ മാത്രമായി ചുരുങ്ങുന്ന ഒരു സംഘടനയോ അല്ലാതെ അതിനപ്പുറത്തേക്ക് വളരാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളെയൊക്കെ കേന്ദ്രീകരിച്ച് 1 കോടിയിലധികം പൊതിച്ചോറ് ഇതിനകം തന്നെ വിതരണം ചെയ്തു എന്നുള്ളതാണ് കണക്ക്. ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം കണ്ടു പഠിക്കണം എന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കളും പരസ്യ പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്.
ഇപ്പോൾ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയിൽ, ഒരു സംഘടന എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐ വലിയ നിലയിൽ കേരളത്തിൻ്റെ എല്ലാ തുറകളിലും അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്നിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കണ്ണി പോലും മുറിയാതെയാണ് ആ മനുഷ്യച്ചങ്ങല വിജയകരമായതെന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത്. മറിച്ചൊരു വാദം ഏതായാലും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനം, ഇന്നലെ ശ്രീ ബി വി സുബ്രഹ്മണ്യൻ, ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO ആയിട്ടുള്ള ആൾ, കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള നിലപാടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 32% നിന്ന് 42% ഡിവിസിബിൾ പൂളിൻ്റെ ഷെയർ 32% നിന്ന് 42% നിർദ്ദേശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർത്തു എന്നുള്ളത്. അപ്പോൾ എല്ലാ തലത്തിലും ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം 2014 ശേഷം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ബി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു നമ്മൾ പുറത്തു വന്ന ഒരു റിവലേഷൻ ഉണ്ടല്ലോ, ഒരു വലിയ ഒരു തുറന്നു പറച്ചിലാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു മാധ്യമവും ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ അത് ചർച്ചയാക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഈ നിലയിൽ നമ്മൾ സാമ്പത്തികമായി ചുരുങ്ങുമ്പോൾ അതിനോട് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ താതാത്മ്യം പ്രാപിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അതൊന്നും വലിയ വിഷയമല്ല എന്നുള്ള നിലയിലേക്ക്, അതിനപ്പുറത്തേക്ക് ഒരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി, അതിൽ നിന്ന് നമുക്ക് പരസ്യങ്ങൾ കിട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ മാത്രമായി നിലകൊള്ളാനൊക്കെ തയ്യാറാകുന്ന ഒരു സമൂഹമായി, ഒരു പ്രിമിറ്റീവായ സമൂഹമായി നമ്മൾ ചുരുങ്ങുന്നു. അവിടെയാണ് ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ മനുഷ്യച്ചങ്ങല വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു ജീവൻ വെച്ചല്ലോ, അത്തരമൊരു കോസ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ ഒരു തെക്കേ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്തിനുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാനായല്ലോ. അതിന് എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇതൊരു പോളിസി ആയിട്ടാണ് പോകുന്നതെന്ന് 2014 ഈ സംഭവം തന്നെ തെളിയിക്കുന്നു. ബി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ ആ ഒരു ലീഗ്ഡായിട്ടുള്ള പ്രസംഗം തന്നെ തെളിയിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഫലമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ ഊർജം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ ഊർജം നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കാൻ യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്ക് സാധിച്ചു എന്നാണ് ഈ മനുഷ്യച്ചങ്ങലയെക്കുറിച്ച് എനിക്ക് പ്രാഥമികമായി പറയാൻ. ഈ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയെ ഞാനൊരു വലിയ രാഷ്ട്രീയ സംഭവമായി തന്നെ കാണുന്നു. അതിൻ്റെ ഒരു കാരണമായിട്ട് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു, 14, 19. നമ്മുടെ നാട്ടിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു, 16, 21. ഇതുകൂടാതെ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്നു. നമ്മളിവിടെ പറയുക ത്രികോണ മത്സരം എന്നാണ്. ആ ത്രികോണ മത്സരത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ NDA ഒരു പ്രധാനപ്പെട്ട വോട്ട് ഷെയറിൻ്റെ ഭാഗമായി നിൽക്കുന്നുമുണ്ട്. നമ്മളെങ്ങനെയാണ് BJPയെയും NDAയെയും നേരിട്ട് കൊണ്ടിരുന്നത്? BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാം നമ്മുടെ തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ് എന്നും BJPയുടേത് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനമാണെന്നും BJP ബഹുസ്വരതയെ അംഗീകരിക്കുന്നില്ല എന്നും BJP ഫെഡറലിസത്തെ അംഗീകരിക്കുന്നില്ല എന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് BJPക്കെതിരായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതൊരു ആശയ തലത്തിലുള്ള വിമർശനമാണ്. 2014 നിന്ന് 2024 എത്തുമ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് നമ്മളെല്ലാവരും വിവിധ രീതികളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ചികിത്സയുടെ കാര്യത്തിനകത്താണെങ്കിലും, ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും, സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കിട്ടുന്ന കാര്യത്തിനകത്താണെങ്കിലും, പെട്രോളിൻ്റെ വിലയായിട്ടാണെങ്കിലും ഒക്കെ ഓരോ രീതിയിൽ നാം എല്ലാവരും ഈ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് എന്നൊരു വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സജീവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് BJPയുടെ സാമ്പത്തിക നയം എന്താണ്, BJPക്ക് എതിർ നിൽക്കുന്ന ആ BJPയുടെ എതിർചേരിയിലുള്ള സംസ്ഥാനങ്ങളോട്, ആ സർക്കാരുകളോട് BJPയുടെ നയം എന്താണ്, ഇത്തരം കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളോട് ജനങ്ങളിലേക്ക് ആദ്യമായി എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ആശയതലത്തിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രയോഗ തലത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നു, ഏത് ജനവിഭാഗങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നു,
ആർക്കൊക്കെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് കൂടി നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ സമരം വളരെ പ്രധാനമായി ഞാൻ കാണുന്നു. അത് ഇപ്പം നവകേരള സദസ്സിന് അപ്പുറമുള്ളൊരു സമരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്നാമത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ ഈ ദേശീയപാതയിൽ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇഫേർട്ടാണ്. അത്രയും ആളുകൾ വരുന്നു, ആ ആളുകൾ വന്ന് നിന്നുകൊണ്ട് അത് കേരളത്തിന് മുമ്പിൽ ഒരു ദൃശ്യമായി മാറിയിരിക്കുന്നു, നമുക്ക് അവഗണിക്കാൻ കഴിയാത്തൊരു ദൃശ്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സമരമാർഗമാണെന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് ബി ജെ പിയുടെ ഈ പറയുന്ന കേരളത്തോടുള്ള സമീപനവും ബി ജെ പി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുള്ള സമീപനവും അതെങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ പ്രശ്നത്തെ ഉന്നയിക്കാൻ ഡിവൈഎഫ്ഐക്ക് ഇന്ന് ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പീഡനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴും കേരളത്തിലെ സർക്കാരിൻ്റെ ദുർവ്യയവും അതുപോലെ തന്നെ ധൂർത്തും എന്ന് പറയുന്ന ആക്ഷേപം വലിയൊരു പൊളിറ്റിക്കൽ നറേറ്റീവായിട്ട് സ്വാധീനമായിട്ട് കേരളത്തിലെ സമൂഹത്തിലുണ്ട്. അതിപ്പോൾ പല കാരണങ്ങളാലുണ്ട്. ഇപ്പം കേരളീയം എന്നൊരു പരിപാടി നടത്തും. നമ്മൾ കേരളത്തെ വലിയൊരു ബ്രാൻഡായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കിപ്പം ഈ കലാമണ്ഡലത്തിലെ അധ്യാപകർക്ക് പൈസ കൊടുക്കാൻ കഴിയാതെ, ശമ്പളം കൊടുക്കാൻ കഴിയാതിരിക്കുക, ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതിരിക്കുക, ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാതിരിക്കുക, സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ കൊടുക്കാൻ കഴിയാതിരിക്കുക, ഇത്തരം പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോൾ സർക്കാരിൻ്റെ ദുർവ്യയം എന്ന് പറയുന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് കേരളീയമായിട്ടുണ്ട്, നവകേരള സദസ്സായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ക്ലിഫ് ഹൗസിലെ അല്ലെങ്കിൽ ഈ തൊഴുത്തായാലും നീന്തൽക്കുളമായാലും ലിഫ്റ്റായാലും ഒക്കെ ആയിട്ട് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ദുർവ്യയവും ധൂർത്തുമുണ്ട് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ നറേറ്റീവുമുണ്ട്. അവിടെ ഇടതുപക്ഷം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതായത് ഈ വിഷയത്തെ കേരളം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായ ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് മലയാള മനോരമ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു പത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് മനോരമ ഉദ്ധരിക്കുന്നത്. ഈ സാമ്പത്തികമായി വെട്ടിച്ചുരുക്കലുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ള വെട്ടിച്ചുരുക്കൽ, അത് ഈ സാമ്പത്തിക വർഷം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കിഫ്ബിയുടെ പേരിലും പെൻഷൻ ഫണ്ടിൻ്റെ പേരിലും എടുത്തിട്ടുള്ള പൈസയെ കൂടി നമ്മുടെ കടമെടുപ്പ് പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് എങ്കിൽ നമുക്ക് ഈ മാർച്ചോടുകൂടി ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് അടുത്തൊരു ബജറ്റ് വർഷത്തിലേക്ക്, സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നു. ആ കടമെടുപ്പ് പരിധിയിൽ വീണ്ടും 14,000 കോടി രൂപയുടെ വെട്ടൽ ഉണ്ടാകും എന്നൊരു വാർത്ത കൂടി നിലനിൽക്കുന്നു. ആ 14,000 കോടി രൂപയുടെ വെട്ടലുണ്ടാകുക എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കിടന്ന് കളിക്കാൻ പോവുകയെന്നാണ്. അപ്പോൾ ഒട്ടും ആശ്വാസകരമായ വാർത്തകളല്ല ഈ ഘട്ടത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഉയർത്തിപ്പിടിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ ശ്രമത്തിലൂടെ ഒരു പരിധിയോളം കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ശ്രദ്ധേയമായ സമരമാണ് എന്നും വിലയിരുത്തുമ്പോൾ തന്നെ സർക്കാരും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളും ഈ പറയുന്ന ദുർവ്യയം, ധൂർത്ത് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയമായ വ്യാഖ്യാനത്തെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുകയും അത്തരത്തിലൊരു ഇംപ്രഷൻ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നു. ശരി, ചങ്ങലയിൽ ഒന്നിച്ചു ചോദിക്കുമ്പോൾ തീർച്ചയായും കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയിൽ, ഈ അവഗണന എന്ന് പറയുമ്പോൾ പല രൂപത്തിലാണല്ലോ. ഇപ്പോൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് അത് ഇ ഡിയുടെ രൂപത്തിലെത്തുന്നു, ചിലയിടത്ത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം നൽകാതെ, അതിപ്പോൾ കേരളത്തോട് ആ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയോട് കൃത്യമായി പ്രതികരിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷം മാത്രമാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ തീർച്ചയായും CPM-ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രധാനമാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യച്ചങ്ങല എന്നുള്ളത്, ഈ മനുഷ്യച്ചങ്ങല എന്നുള്ള പ്രതിഷേധ രീതി അത് ഒരു മനോഹരമായ പ്രതിഷേധ രീതിയാണ് അല്ലേ. ഈ കണ്ണി ചേർന്നുകൊണ്ട് സംസ്ഥാനത്തുടനീളം അത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ കൈകോർത്തു നിൽക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു അഹിംസാ രൂപത്തിലുള്ള അല്ലേ, ആ രൂപത്തിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു പ്രതിഷേധ രീതിയാണ്. ആ രീതിയിൽ കേരളം മുഴുവൻ ആ രൂപത്തിൽ നിൽക്കുന്നു എന്നും ഒരു സ്വാഭാവികമായും കോൺഗ്രസും ലീഗും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ കേരളത്തിന് ഈ കേന്ദ്രത്തിൻ്റെ ഈ സമീപനത്തോട് ഒരു പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇടത് സംഘടനകൾ നടത്തിയ സമരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര പ്രതിനിധിയായ ഗവർണർക്കെതിരെ 3 സമരങ്ങളാണ് CPM നടത്തിയിട്ടുള്ളത്. അത് SFIയുടെ സമരമുണ്ട്, പട്ടികജാതി ക്ഷേമ സമിതിയുടെ സമരമുണ്ട്, ഈ പട്ടയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ഒപ്പുവയ്ക്കാത്തിൽ ഇടുക്കി DCയുടെ സമരമുണ്ട്. അപ്പോൾ ഇനി വലിയൊരു സമരം നടക്കാനിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ രൂപത്തിൽ പ്രതിഷേധിക്കുന്നത് CPM മാത്രമാണ് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അവിടെ കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ ഒരു ദുർവ്യയം നടക്കുന്നു എന്നുള്ള വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല
അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം ആ ദുർവ്യയത്തിനുള്ള മറുപടി കിട്ടുന്നില്ല. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, കണക്ക് നൽകിയിട്ടും കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് സംബന്ധിച്ച് ധവളപത്രം ഇറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നീതി ആയോഗ് സംസ്ഥാനങ്ങൾ വിഹിതം നിശ്ചയിക്കുന്നതിൽ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നു. 2014 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള വിഹിതം കുറച്ചത്. ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അതിന്റെ പേരിൽ വിഹിതം കുറയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു സമരത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല എന്നിടത്താണ് പ്രതിപക്ഷം പ്രതികൂട്ടിലാകുന്നത്. പക്ഷെ അപ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ശക്തമായി എതിർക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് ദേശീയ തലത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് പറയാമെങ്കിലും സംസ്ഥാനത്ത് ആ രൂപത്തിലല്ല നിൽക്കുന്നത് എന്നുള്ളൊരു അവരുടെ ഒരു ദൗർബല്യമായിട്ടാണോ അതിനെ കാണേണ്ടത് എന്നൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, അതായത് ഇവിടെ ഇപ്പോൾ ഇവർക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. ഒരു പ്രതിഷേധിക്കാനുള്ള ഒരു വിഷയമുണ്ട്, ഒന്നിച്ച് പ്രതിഷേധിക്കാനുള്ള വിഷയമുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ബാധിക്കുമെന്നൊരു വിഷയം കൂടി അവരെ സംബന്ധിച്ച് അല്ല, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമെന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ പ്രചാരണായുധം. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ, കർഷക ആത്മഹത്യ, നെല്ല് സംഭരണത്തിന് പൈസ കിട്ടാതിരിക്കുക, ഉച്ചഭക്ഷണത്തിൻ്റെ പ്രശ്നം, സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാതിരിക്കുന്നു, ഇനി അതിൻ്റെ വില കയറുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷൻ പ്രശ്നങ്ങൾ, ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, കാരുണ്യ പദ്ധതിയുടെ പ്രശ്നങ്ങൾ, ചികിത്സാ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിനെ UDF നേരിടാൻ പോകുന്നത്. അത് പ്രധാനമായും സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ഒരു പോർമുഖം തുറക്കലാണ്. അവിടെ സംസ്ഥാന സർക്കാർ പറയുന്നു, നോക്കൂ, ഞങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണം, ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം, അതിനുള്ള കാരണം എന്ന് പറയുന്നത് അർഹിക്കുന്ന കേന്ദ്രവിഹിതം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മുഖ്യ പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണെന്നും അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് സമരം ചെയ്യാമെന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായാൽ യഥാർത്ഥത്തിൽ എന്താണോ UDFന്റെ രാഷ്ട്രീയ ആയുധം അത് അവർ താഴെ വെക്കുകയാണ്. താഴെ വെച്ചിട്ട് പിണറായി വിജയനുമായും LDFുമായും തോളോട് തോൾ ചേർന്നിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ പിന്നെ നിങ്ങളെന്തിനാണ് ഈ സംസ്ഥാന സർക്കാരിനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു ചോദ്യം വരും. ആ ചോദ്യത്തോടു കൂടി തന്നെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ എല്ലാ വാദമുഖങ്ങളുടെയും മുനയൊടിയും എന്നുള്ളത് രാഷ്ട്രീയമായി ബോധ്യമുള്ളവരാണ്. ഞാൻ പറയുന്നത് അതൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് UDFനെ നമ്മളിപ്പോഴും 2 സ്ഥലങ്ങളിൽ കാണുന്നില്ലല്ലോ. ഇപ്പം കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ രംഗത്ത് UDFനെ കാണുന്നില്ല. അവരൊരു സമരം പോലും നടത്തുന്നില്ല കേരളത്തിൽ. അത് മോഡിക്കെതിരായിട്ട് സമരം നടത്തുന്നില്ല. ഇവിടെ ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പോൾ രാജ്ഭവനിൽ പിന്നെ മുമ്പിൽ എത്ര സമരങ്ങളാണ് നടന്നത്. പിന്നെ ഞാനതാണ് പറയുന്നത് വെച്ചാൽ ഈ ഐകകണ്ഠേനയാണല്ലോ നിങ്ങൾ ഭൂപതിവ് ചട്ടം പിന്നെ പാസ്സാക്കിയത്. അപ്പോൾ അത്തരത്തിൽ പല നിയമങ്ങൾക്കും അംഗീകാരം നൽകാതിരിക്കുന്ന ഗവർണറുടെ നടപടി, ആ ഗവർണറുടെ നടപടിയെ എതിർക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഒരു സൗണ്ട് ബൈറ്റ് ആയിട്ടാണ് എതിർക്കുന്നത്. ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ വന്നു നിന്നിട്ടൊരു സൗണ്ട് ബൈറ്റ് ആയിട്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അതിനെ ഗവർണറുടെ നടപടിയെ എതിർക്കുന്നത്. ഒരു സമരത്തിലും പിന്നെ UDFോ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനകളോ ഒന്നും കാണുന്നില്ല. ആ അർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ UDFും കോൺഗ്രസും അവരുടെ പോർമുഖം തുറന്നു വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടായിരിക്കുന്നത് കൊണ്ടും അവരിപ്പോൾ തൽക്കാലം എന്തായാലും കേന്ദ്രത്തിന് എതിരായിട്ടൊരു സമരത്തിലേക്ക് വരില്ല. കേന്ദ്രത്തിലേക്ക് എതിരായിട്ടുള്ള സമരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നൊരു ചോദ്യം എന്തായാലും അവർ അഭിമുഖീകരിക്കും. ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു ആൻറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ് വികാരം മുതലെടുത്തുകൊണ്ട് വിജയം നേടാമെന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി UDFൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും വെള്ളം ചേർക്കുന്ന ഒരു നടപടിയും അവർ സ്വീകരിക്കില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അപ്പുറത്ത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇവിടെ ഇന്ത്യ മുന്നണി ഒന്നിച്ചാണല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമരത്തിന് പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? നമുക്ക് ഇതിനകത്ത് ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ വളരെ സമഗ്രമായി ആ കാര്യം വിലയിരുത്തിയതുകൊണ്ട് ഒരു റെപ്പറ്റീഷനിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിസി പൂളിലേക്ക് വരുന്ന തുകയുടെ, അതായത് കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനമായി ലഭിക്കുന്ന തുകയുടെ കുറഞ്ഞ ശതമാനം മാത്രമേ ഡിവിസി പൂളിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം, അല്ലേ? BVR സുബ്രഹ്മണ്യൻ അതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള പൂളാണ്. ആ പൂളിൽ നമുക്ക് 3.8 നിന്ന് 1.9 കുറയുന്നു എന്നുള്ളതാണ്. അതും ഒരു 10ാം ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് 14ാം ഫിനാൻസ് കമ്മീഷനിലേക്ക് എത്തുമ്പോഴാണ്
പകുതിയായി, ഇത് കുറയുന്നു എന്നല്ല, വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഡിവിസിബിൾ പൂളിലേക്ക് വരുന്ന തുക ആകെ കുറയുന്നു എന്നുള്ളതൊരു വിഷയം. അങ്ങനെ കുറയുന്ന തുകയിൽ നിന്ന് നമ്മളെ പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ള വിഷയം, ഇതൊരു സമഗ്രമായിട്ടുള്ള വിഷയമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത്. ഡിവിസിബിൾ പൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പരാതിയുണ്ട്. ആ പരാതി കൃത്യമായിരുന്നു എന്ന് BVR സുബ്രഹ്മണ്യത്തിൻ്റെ സൗണ്ട് ബൈറ്റോടുകൂടി നമുക്ക് മനസ്സിലായിരിക്കുന്നു. രണ്ടാമത്തേത് ഈ ഗ്രാൻഡിന് എയ്ഡും അതുപോലെ തന്നെ CSSും പോലുള്ള ആ വിഹിതത്തിൽ നമുക്ക് കിട്ടാനുള്ള തുക നൽകാതിരിക്കുക അല്ലെങ്കിൽ വൈകിപ്പിക്കുക, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ തുടർച്ചയായി കേന്ദ്ര സർക്കാരുമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഡിവിസിബിൾ പൂളിൽ നമ്മുടെ വിഹിതം കുറച്ചതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം അത് ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വികസനത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ഒരു തവണ പരാതിപ്പെട്ടാൽ തീർന്നു, പിന്നെ അതിനെക്കുറിച്ച് പരാതി ഇങ്ങനെ നിരന്തരം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ബാക്കിയുള്ള തലക്കെട്ടുകളിൽ പോലും നമുക്ക് പണം തരാതിരിക്കുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സാമ്പത്തികമായ അരിഷ്ടത കൂടുന്നത് എന്നുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 തരത്തിലുള്ള ഗവൺമെൻറ്റുകളാണ്, മൂന്ന് തരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഒന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അവർക്ക് കൃത്യമായി അവരുടെ വിഹിതം കൊടുക്കുന്നു എന്നുള്ളത്. 2 BJPയെ സഹായിക്കുന്ന പ്രതിപക്ഷ സർക്കാരുകൾ, ഉദാഹരണത്തിന് ഒഡീഷയിലെ നവീൻ പട്നായിക്ക്, ആന്ധ്രാപ്രദേശിലെ ജഗൻ, അങ്ങനെയുള്ള സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നു എന്നുള്ള വിഷയമുണ്ട്. അതല്ലാതെയുള്ള സർക്കാരുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരുണ്ട്, 2 തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരുണ്ട്, 3 പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ. ഈ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ 131 പ്രകാരം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. നമ്മുടെ കടമെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കണം എന്നത് സംബന്ധിച്ച്. ഇതൊരു വലിയ വിഷയമാണ്. അപ്പം നമ്മളിപ്പം നേരത്തെ ഉണ്ണി പറഞ്ഞു, ഇവിടെ ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു ആഖ്യാനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? നമ്മുടേത് ഒരു ദുർവ്യയമാണ് എന്നുള്ളത്. ഇപ്പോൾ 2 കാരണങ്ങളാണ് പറയുന്നത്. നവകേരള സദസ്സ് നോക്കൂ ഉണ്ണി, നവകേരള സദസ്സിന് മുമ്പ് ഇതൊരു വെറുമൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു കേന്ദ്ര അവഗണന എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറേയധികം മുന്നോട്ട് വന്നു. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? ഒന്ന് നവകേരള സദസ്സ് കൊണ്ട്, 2 സുപ്രീം കോടതിയിൽ നമ്മൾ ഹർജി സമർപ്പിച്ചതുകൊണ്ട്, നമ്മളിത് ആ പ്രതിപക്ഷത്തെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. ഒരു പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. നമുക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. പിന്നീട് അവരുമായിട്ട് ചർച്ച നടത്തിയപ്പം ശരിയാണ്, നമ്മൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷത്തിന് CPMൻ്റെ കൂടെ ചേർന്ന് ഒരു സമരമൊന്നും നടത്താൻ സാധിക്കുമെന്ന് ഞാനും കരുതുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അത് അസാധ്യമാണ്. പക്ഷേ ആ ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ആശയവിനിമയത്തോടു കൂടി അവരെ കൂടി ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളൊരു പെർസെപ്ഷൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നവകേരള സദസ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചെലവ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആവശ്യമാണ്. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിന് നവകേരള സദസ്സ് ആവശ്യമാണ്. കേരളീയം എന്ന് പറയുന്നത് ശരിയാണ്, കലാമണ്ഡലത്തിൽ പെൻഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ നിലയിലുള്ള ശമ്പളം കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കേരളീയം എന്ന് പറയുന്നത് ഇത് ഒരു വൺ ടൈം പരിപാടിയല്ലല്ലോ, അത് ഒരു ബ്രാൻഡായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നിക്ഷേപം വരും, അല്ലെങ്കിൽ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അത്തരം സാധ്യതകളുണ്ട്. നമുക്ക് ആകെയുള്ള സാധ്യത എന്താണ്? ടൂറിസം മാത്രമാണ്. ആ ടൂറിസത്തിൽ പുതിയ ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുക്കുക, കേരളത്തെ മുഴുവൻ ഒരു ടൗൺ ആക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുക, എന്നിട്ട് ആ നിലയിലൊരു ടൂറിസം വികസനം സാധ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ വെറുതെ ഒരു കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ നിന്നാൽ നമ്മുടെ എക്കണോമി മുന്നോട്ട് പോകില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. അത് നമുക്ക് ഫ്യൂച്ചറിൽ തെളിയിക്കപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞു, പല ഇത്തരത്തിലുള്ള ഇവൻറ്റുകളും പിൽക്കാലത്ത് ബ്രാൻഡുകളായി മാറിയിട്ടുള്ളത്. കേരളീയമാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് എനിക്ക് ഇങ്ങനെ സമ്മപ്പ് ചെയ്യാനുള്ളത്, ഇന്നത്തെ മനുഷ്യ ചങ്ങല യഥാർത്ഥത്തിൽ കേരളം നൽകിയ കൃത്യമായ സന്ദേശമാണ്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു നല്ല സമരമാർഗ്ഗമാണിത്. കേരളം എന്ന് പറയുന്നത് ഒരു കോണകം പോലെ ഇങ്ങനെ കിടക്കുന്ന സ്റ്റേറ്റാണ്. അവിടെ നമുക്ക് ആ 540 കിലോമീറ്റർ ഇങ്ങനെ ആളുകൾ കൈകോർത്ത് നിൽക്കുന്ന രീതിയിലൊരു സമരം സംഘടിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്നേ വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് ഇടതുപക്ഷ സംഘടനകൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അതിൽ തന്നെയുള്ള ഏറ്റവും വലിയ സംഘടനയായിട്ട് ഇതിപ്പോൾ CPIയുടെയും മറ്റ് ജനതാദളിൻ്റെയും ഒന്നും പരിപാടിയല്ല, ഇത് വെറും DYFIയുടെ CPMൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് കൈപിടിച്ച് നിന്നാൽ കേരളം മുഴുവൻ കവർ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആ പാർട്ടിയുടെ നേട്ടമാണ്. ഇല്ല, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളതേ,
ഇപ്പോൾ പലതരത്തിലുള്ള കണക്കുകൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണല്ലോ. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ഒരു കണക്ക് പറയും, ഉം. അപ്പോൾ KN ബാലഗോപാൽ ഇവിടുന്ന് ഒരു കണക്ക് പറയും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കണക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഹിതം തന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു, വിഹിതം കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവെപ്പായി ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി ഈ കാര്യത്തിൽ സമീപിച്ചു എന്നുള്ളതാണ്. ഇനി അവിടെ ഒരു പുകമറയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് കേരളത്തിൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അർഹമായ വിഹിതം കേരളത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്ലീ. ആ സർക്കാർ ഈ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കേരളത്തിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ അവിടെ സുപ്രീം കോടതി ഓരോ കാര്യങ്ങളും ആരായും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാന സർക്കാർ ചരിത്രത്തിലാദ്യമായി ഞങ്ങൾക്ക് വേണ്ട വിഹിതം ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. യു ഷുഡ് പ്രൊഡ്യൂസ് ഓൾ ഡോക്യുമെൻറ്റ്സ്, എല്ലാ രേഖകളും നിങ്ങളവിടെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പറയണം എന്തൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളത്. ഒരു ഇടക്കാല ഉത്തരവ് പോലും സർക്കാർ അവിടെ ആ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നു. നോക്കൂ, നിങ്ങൾ ഈ നീട്ടിവെക്കാൻ പോകുമ്പോൾ ഈ ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഞങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണമെന്ന് പോലും കേരളം അവിടെ വാദിച്ചിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ല. സുപ്രീം കോടതി വീണ്ടും ഇത് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഡാറ്റാസും പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരള സർക്കാർ വളരെ കൺവിൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. അവർക്ക് ഈ കാര്യങ്ങൾ നന്നായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ലാതെ സുപ്രീം കോടതിയെ പോയി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നതൊക്കെ ഈ പറയുന്നത് ബാക്ക് ഡോറിലൂടെ തരുന്നൊരു പരിപാടിയല്ലല്ലോ. അതിനെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്, അതിനൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെ ട്രഷറിയിലേക്കാണ് ആ പൈസ വരിക, അതിനൊരു അക്കൗണ്ടിംഗ് ഉണ്ട്, അതിനൊരു ഓഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഹാജരാക്കിക്കൊണ്ട് നമ്മളുടെ കേസ് സ്ഥാപിക്കാൻ കഴിയുമെന്നൊരു സർക്കാരിന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങൾ പറയാം, നിയമസഭയിൽ പറയാം, പൊതുസമ്മേളനങ്ങളിൽ പറയാം, അങ്ങനെ പല രീതികളുണ്ടെങ്കിലും സുപ്രീം കോടതിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യു ഷുഡ് ഹാവ് ദാറ്റ് ഡാറ്റാസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. അത് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരു സർക്കാർ അങ്ങനെ പോവുള്ളൂ. അവിടെയാണ് ഞാനിതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റായിട്ട് കാണുന്നത്. അതായത് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ BJPയുടെ വക്താക്കൾ പറയും നിർമ്മലാ സീതാരാമൻ ഇത് പാർലമെൻറ്റിൽ പറഞ്ഞു ശരിയാണ്. NK പ്രേമേന്ദ്രൻ്റെ ചോദ്യത്തിന് പാർലമെൻറ്റിൽ നിർമ്മലാ സീതാരാമൻ മറുപടി പറയുന്നുണ്ട്. 2017-18, 2018-19, 2019-20, 2020-21, 2021-22 ഈ 5 വർഷങ്ങളിൽ GST കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ AGയുടെ സർട്ടിഫിക്കറ്റോടുകൂടി കൃത്യമായി കണക്കുകൾ നൽകിയിട്ടില്ല. നിങ്ങളത് തരൂ, നിങ്ങൾ തരുന്ന സമയത്ത് നമ്മൾ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നൊക്കെ പാർലമെൻറ്റിൽ അവർ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ കണക്ക് കൊടുത്തിട്ടുണ്ട്, ആ പൈസ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന എന്തെല്ലാം കാരണങ്ങളാൽ നമുക്ക് ഈ പൈസ കിട്ടുന്നില്ല, എവിടെയൊക്കെ കിട്ടാതിരിക്കുന്നു, എന്തുകൊണ്ട് കിട്ടാതിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സുപ്രീം കോടതിയിൽ പറയേണ്ടി വരും. പാർലമെൻറ്റിൽ നിങ്ങൾ പറഞ്ഞു, നിയമസഭയിൽ നിങ്ങൾ പറഞ്ഞു, പൊതുസമ്മേളനങ്ങളിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി കുറേ കണക്കുകൾ അവതരിപ്പിച്ചു, ആർക്കും ഒന്നും മനസ്സിലാകാത്തൊരു സാഹചര്യം. അപ്പോൾ ഇവിടെ ഈ കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഒരു സംസ്ഥാന സർക്കാർ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെയാണ് അതിനെ കാണുന്നത്, അവിടെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ നടത്താൻ കഴിയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് കേന്ദ്രത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. സുപ്രീം കോടതിയുടെ മുമ്പിൽ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ എന്ത് കൊടുത്തു, എന്ത് കിട്ടി, എന്ത് കിട്ടിയില്ല, എന്തുകൊണ്ട് കിട്ടിയില്ല, ഈ ചോദ്യങ്ങളാണ് സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ആ അർത്ഥത്തിൽ അതിനൊരു ക്ലാരിറ്റി ഈ പറയുന്ന സുപ്രീം കോടതിയിലെ കേസിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറയുന്ന ക്ലെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് കൂടുതൽ കൺവിൻസിംഗ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സുപ്രീം കോടതിയിൽ പോകുമ്പോഴേക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കൺസോളിഡേഷൻ 3% നമുക്ക് കടമെടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട്. 2.44 മാത്രമാണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആ അവകാശം ഹനിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് പ്രധാനമായും നമ്മുടെ ഒരു ക്ലെയിം അവിടെ. അപ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വൈകിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ചില ഹെഡ്സിൽ പണം കിട്ടാത്തത് വേഗം കൊടുക്കണമെന്ന് പറയാനോ കഴിയില്ല. പക്ഷേ നമ്മുടെ കടമെടുക്കാനുള്ള അവകാശം, ആ കടമെടുക്കാനുള്ള അവകാശമാണ് പ്രധാനമായും സുപ്രീം കോടതി പോകുന്നത്. പിന്നെ ഈ പറയുന്ന ചിലപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വരുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു വലിയ ഹിയറിംഗ് നടക്കേണ്ടതാണ്. കാരണം 131 പ്രകാരം ഈ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾ പോയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഗവർണർ ഞെരുക്കുന്നു എന്നുള്ളത് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു വിഷയം മാത്രമാണ്. അതെ, ഇത് പല സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട്. തമിഴ്നാട് പോയിട്ടുണ്ട്, തെലങ്കാന പോയിട്ടുണ്ട്, പഞ്ചാബ് പോയിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാനം പോകുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിച്ചാലോ വിഷയം? ചങ്ങലയിൽ ഒന്നിച്ചു എന്നാണ് ചോദ്യം. ഇതിൽ 3 പേരും ഒന്നിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിക്കുന്നു. അതെ, ഒന്നിച്ചു, 3 പേരും ഒന്നിച്ചു.
editors.